നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. യുവാവ് ചങ്ങല വലിച്ചു. കരുനാഗപ്പള്ളിയിൽ ട്രെയിൻ അരമണിക്കൂറിലേറെ പിടിച്ചിട്ടു. ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് ആണ് നിർത്തിയിട്ടത്. കരുനാഗപ്പള്ളി ശാസ്താംകോട്ട റോഡിലും ഗതാഗതം തടസ്സപ്പെട്ടു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഫോറൻസിക് സർജനെ നിയമിച്ചു. മന്ത്രി എം ലിജുവിന്റെ ഇടപെടലിലാണ് സർജനെ നിയമിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾ കായംകുളത്ത് ചെയ്യാൻ കഴിയും. നൂറിനാട് ലെപ്രസി സാനിറ്റോറിയം ആശുപത്രി കെട്ടിടത്തിന്റെ അപാകതകൾ പരിഹരിക്കും. ആശുപത്രിയിലേക്ക് ഉപകരണങ്ങൾ വാങ്ങാനും തീരുമാനം. ആശുപത്രിയിൽ HMC യോഗം ചേർന്നു. വിശദമായ വാർത്തകളിലേക്ക്. യുവാവ് ചങ്ങല വലിച്ചതിനെ തുടർന്ന് ട്രെയിൻ അരമണിക്കൂർ നേരം പിടിച്ചിട്ടു. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം. ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് ആണ് നിർത്തിയിട്ടത്. ഇതേ തുടർന്ന് കരുനാഗപ്പള്ളി ശാസ്താംകോട്ട റോഡിലും ഗതാഗതം തടസ്സപ്പെട്ടു. ചൊവ്വാഴ്ച രാവിലെ 10:12 സംഭവം. ബംഗളൂരുവിൽ നിന്നും കന്യാകുമാരിയിലേക്ക് പോവുകയായിരുന്ന ബംഗളൂർ കന്യാകുമാരി എക്സ്പ്രസ് ആണ് കരുനാഗപ്പള്ളിയിൽ യുവാവ് ചെയിൻ വലിച്ചതിനെ തുടർന്ന് പിടിച്ചിട്ടത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ നീങ്ങി തുടങ്ങിയപ്പോഴാണ് യുവാവ് ചെയിൻ വലിച്ചത്. യുവാവിന്റെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ താഴെ വീണതിനെ തുടർന്നാണ് ട്രെയിൻ ചങ്ങല പിടിച്ചു നിർത്തിയത്. ഇതേ തുടർന്ന് അരമണിക്കൂറിലേറെ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. റെയിൽവേ സ്റ്റേഷനിലും ഔട്ടറിലുമായി ട്രെയിൻ പിടിച്ചിട്ടതിനെ തുടർന്ന് കരുനാഗപ്പള്ളി ശാസ്താംകോട്ട റോഡിലും ഗതാഗതം മുടങ്ങി. റോഡിലും അരമണിക്കൂറോളം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. യുവാവിന്റെ പേരിൽ RPF കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. SFI നേതാവായിരുന്ന അജയ് പ്രസാദ് രക്തസാക്ഷി ദിനാചരണം ഓച്ചിറ ക്ലാപ്പനയിൽ നടന്നു. അനുസ്മരണ റാലി, അനുസ്മരണ സമ്മേളനം എന്നിവ സംഘടിപ്പിച്ചു. CPIMന്റെ നേതൃത്വത്തിലും അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. SFI നേതാവ് അജയ് പ്രസാദിന്റെ 19ാമത് രക്തസാക്ഷി ദിനാചരണമാണ് ഓച്ചിറ ക്ലാപ്പനയിൽ സംഘടിപ്പിച്ചത്. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും SFIയുടെ നേതൃത്വത്തിൽ അനുസ്മരണ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു. സെന്റ് ജോസഫ് UP സ്കൂളിന് സമീപത്തു നിന്നുമാണ് SFIയുടെ നേതൃത്വത്തിൽ അനുസ്മരണ റാലി സംഘടിപ്പിച്ചത്. തുടർന്ന് നടത്തിയ അനുസ്മരണ സമ്മേളനം SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഉദ്ഘാടനം ചെയ്തു. ഹാഷിം അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി മഹേശ്വർ ആമുഖ പ്രഭാഷണം നടത്തി. SFI കേന്ദ്ര കമ്മിറ്റി അംഗം ആര്യ പ്രസാദ്, ജില്ലാ സെക്രട്ടറി വിഷ്ണു, ഗോപികൃഷ്ണൻ, നന്മ എന്നിവർ പങ്കെടുത്തു. CPIMന്റെ നേതൃത്വത്തിൽ ക്ലാപ്പന കോഴിമുക്കിൽ നിന്ന് റാലിയും തുടർന്ന് പൊതുസമ്മേളനവും നടത്തി. തോട്ടത്തിൽ മുക്കിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി S സുദേവൻ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ സുരക്ഷാ പദ്ധതി വേണ്ട എന്ന് വെച്ചു. 18 വയസ്സ് പൂർത്തിയായ ചെറുപ്പക്കാർക്ക് 1000 രൂപ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് 1000 രൂപ അത് നൽകില്ല എന്ന നിലപാട് സ്വീകരിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കഴിഞ്ഞ മാസത്തിൽ കേരളത്തിൽ നൽകിയില്ല. PM ശ്രീ പദ്ധതി നടപ്പാക്കില്ല എന്ന് പറഞ്ഞ UDF വളരെ വാശിയോടുകൂടി PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കും. ബഡ്ജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. ആ ബഡ്ജറ്റിൽ കേന്ദ്രം സംസ്ഥാനത്തിന് നൽകേണ്ട പദ്ധതി വിഹിതം നൽകാത്തതിനെ സംബന്ധിച്ച് ഒരക്ഷരം ഉരിയാടാൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ തയ്യാറായില്ല. അസർ അധ്യക്ഷത വഹിച്ചു. ക്ലാപ്പന സുരേഷ് ആമുഖ പ്രഭാഷണം നടത്തി. CPIM ഏരിയ സെക്രട്ടറി A അനിരുദ്ധൻ, ജില്ലാ കമ്മിറ്റി അംഗം സൂസൻ കോടി, PK ബാലചന്ദ്രൻ, C രാധാമണി, PK ജയപ്രകാശ്, TN വിജയകൃഷ്ണൻ, ബെൻസി രഘുനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. അജയപ്രസാദ് സ്മാരക വിദ്യാഭ്യാസ എൻഡോമെന്റുകളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഫോറൻസിക് സർജനെ നിയമിച്ചു. മന്ത്രി M ലിജുവിന്റെ ഇടപെടലിലാണ് സർജനെ നിയമിച്ചത്. കഴിഞ്ഞ 1 വർഷമായി താലൂക്ക് ആശുപത്രിയിൽ ഫോറൻസിക് ഡോക്ടറുടെ സേവനം ലഭ്യമായിരുന്നില്ല. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ഏറെ നാളത്തെ പോസ്റ്റ്മോർട്ടം പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമായി. മന്ത്രി M ലിജുവിന്റെ ഇടപെടലിനെ തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ പുതിയ ഫോറൻസിക് സർജനെ നിയമിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കി. മന്ത്രി K മുരളീധരനോട് M ലിജു ആവശ്യമുന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി.
മഞ്ചേരി ജനറൽ ആശുപത്രിയിലെ ഫോറൻസിക് മെഡിസിൻ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ലക്ഷ്മി കൃഷ്ണനെയാണ് കായംകുളത്തേക്ക് മാറ്റി നിയമിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷമായി താലൂക്ക് ആശുപത്രിയിൽ ഫോറൻസിക് ഡോക്ടറുടെ സേവനം ലഭ്യമായിരുന്നില്ല. സാധാരണ പോസ്റ്റ്മോർട്ടങ്ങൾ കായംകുളത്ത് നടന്നിരുന്നെങ്കിലും പോലീസ് നിർദ്ദേശിക്കുന്നതും പോലീസ് സർജൻ നേരിട്ട് ചെയ്യേണ്ടതുമായ കേസുകൾ കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ട ഗതികേടിലായിരുന്നു നാട്ടുകാർ. ഇത്തരത്തിൽ മൃതദേഹങ്ങളുമായി മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടി വരുന്നത് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് വലിയ സാമ്പത്തിക മാനസിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു. ഡോക്ടറുടെ അഭാവം നാട്ടുകാർക്കിടയിൽ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിരുന്നു. വർക്കിംഗ് അറേഞ്ച്മെന്റ് വ്യവസ്ഥയിലാണ് 6 മാസത്തേക്ക് ഡോക്ടറെ നിയമിച്ചിട്ടുള്ളത്. ഇനി മുതൽ പോലീസ് സർജൻ ചെയ്യേണ്ട പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആലപ്പുഴയിലേക്ക് പോകേണ്ടി വരില്ല. പോലീസ് നിർദ്ദേശിക്കുന്ന കേസുകൾ ഉൾപ്പെടെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയും. പോലീസ് സർജൻ HOD പരിശോധിക്കേണ്ട അപൂർവം കേസുകൾ ഒഴികെ മറ്റെല്ലാ പോസ്റ്റ്മോർട്ടങ്ങളും ഇവിടെ തന്നെ പൂർത്തിയാക്കാം. ന്യൂസ് ബ്യൂറോ, കായംകുളം. തിരക്ക് നിയന്ത്രണാതീതമായതോടെ പാലരുവി വെള്ളച്ചാട്ടത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. കുളിക്കുന്നതിന് വൻ തിരക്ക് അനുഭവപ്പെട്ടതോടെയാണ് നിയന്ത്രണങ്ങൾ വനം വകുപ്പ് കർശനമാക്കിയത്. വെള്ളച്ചാട്ടം തുറന്ന് 54 ദിവസമായതോടെ 1 കോടി രൂപയാണ് വരുമാനം. വനം റേഞ്ചിലെ വെള്ളച്ചാട്ടമായ പാലരുവിയിലാണ് തിരക്ക് അനുഭവപ്പെടുന്നത്. തിരക്ക് നിയന്ത്രണാതീതമായതോടെ വനം വകുപ്പ് നിയന്ത്രണങ്ങൾ കർശനമാക്കി. മെയ് 25-ന് തുറന്ന പാലരുവി വെള്ളച്ചാട്ടത്തിൽ 53 ദിവസം പിന്നിട്ട കഴിഞ്ഞ ദിവസം വരെ 18% നികുതി ഉൾപ്പെടെ 99.33 ലക്ഷം രൂപയുടെ വരുമാനം ലഭിച്ചു. ശരാശരി ദിവസം 1.80 ലക്ഷം രൂപയുടെ വരുമാനമാണ് ഇവിടെ ലഭിക്കുന്നത്. വിദേശികൾ ഉൾപ്പെടെ കുളിക്കാനെത്തിയത് 1,06,899 പേർ. രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെ മാത്രമേ പ്രവേശനമുള്ളൂ. ഒരാൾക്ക് പ്രവേശന ഫീസ് 85 രൂപയാണ്. തെങ്കാശി കുറ്റാലം വെള്ളച്ചാട്ടത്തിലും തിരക്കുണ്ട്. ഇവിടെ കുളിക്കാൻ കഴിയാതെ നിരാശരാകുന്നവരും പാലരുവിയിലേക്ക് വരുന്നുണ്ട്. തമിഴ്നാട്ടുകാരിൽ ചിലർ എല്ലാ സീസണിലും പാലരുവിയിലെ വെള്ളം കുടത്തിൽ ശേഖരിച്ച വീടുകളിലേക്ക് കൊണ്ടുപോകുന്ന പതിവുമുണ്ട്. അച്ചൻകോവിൽ വനം റേഞ്ചിലെ കുംഭാവുരുട്ടി വെള്ളച്ചാട്ടവും തുറന്നിട്ടുണ്ട്. വെള്ളത്തിന്റെ കുറവുള്ളപ്പോൾ മണലാർ വെള്ളച്ചാട്ടം അടച്ചിടും. ആര്യങ്കാവിൽ നിന്ന് 4 കിലോമീറ്റർ വനത്തിനുള്ളിലെ പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക് സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടില്ല. പാലരുവി പാർക്കിംഗ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത ശേഷം വനം വകുപ്പ്, KSRTC എന്നിവയുടെ വാഹനങ്ങളിലാണ് കടത്തിവിടുക. തിരക്ക് വർദ്ധിച്ചതോടെയാണ് KSRTCയുടെ 3 ബസ്സുകൾ ഒന്നിന് 1000 രൂപ ദിവസവാടക നിരക്കിൽ ഓടിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. എഴുകോൺ SHOയെ ബൈക്കിടിച്ച് വീഴ്ത്തിയ പ്രതികൾ പിടിയിൽ. പത്തനാപുരം മഞ്ഞക്കാല സ്വദേശികളാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ പുലർച്ചെ എഴുകോൺ ചീരങ്കാവിലായിരുന്നു സംഭവം. തെറ്റായ ദിശയിൽ ബൈക്ക് ഓടിച്ചു വന്ന യുവാക്കൾ SHOയെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. പെട്രോളിംഗിനിടെ CIയെ ബൈക്കിടിച്ചു വീഴ്ത്തിയ പ്രതികൾ എഴുകോൺ പോലീസിന്റെ പിടിയിലായി. എഴുകോൺ CI VM ശ്രീകുമാറിനെയാണ് കഴിഞ്ഞ ദിവസം ബൈക്കിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചത്. പത്തനാപുരം മഞ്ഞക്കാല പുത്തൻവിള വീട്ടിൽ നന്ദു, TT ഹൌസിൽ ടിനു എന്നിവരാണ് അറസ്റ്റിലായത്. ഞായറാഴ്ച പുലർച്ചെ 1:30-ന് എഴുകോൺ ചീരങ്കാവ് ബാറിന് സമീപമാണ് സംഭവം. ഒരു സ്ത്രീയും പുരുഷനും മദ്യപിച്ച് ബാറിന് സമീപം കിടക്കുന്നുവെന്ന വിവരം അന്വേഷിക്കാൻ എത്തിയതായിരുന്നു CIയും സംഘവും. ഇതേസമയം തെറ്റായ ദിശയിൽ ബൈക്ക് ഓടിച്ചു വന്ന പ്രതികൾ CI ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. പ്രതികളെ ഉടൻ തന്നെ പിടികൂടി. CI ശ്രീകുമാർ കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കോടതിയിൽ ഹാജരാക്കിയവരെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കൊല്ലം കല്ലുംതാഴത്ത് ദേശീയപാതയും സർവീസ് റോഡും തുറക്കുന്നത് വൈകും. ഉയരപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ്. സർവീസ് റോഡിന്റെ നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. കല്ലുംതാഴത്തെ റോഡ് അടച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു. 1 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കി റോഡ് തുറന്നു നൽകുമെന്നായിരുന്നു അന്ന് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത്. റെയിൽവേ ലൈനിന് മുകളിൽ ആർച്ച് പാലം സ്ഥാപിച്ചെങ്കിലും ഉയരപ്പാത ഇതിൽ കൂട്ടിമുട്ടിച്ചിട്ടില്ല. റോഡ് അടച്ചതോടെ കിലോമീറ്ററുകൾ ചുറ്റിയാണ് വാഹനയാത്രികർ കല്ലുംതാഴത്തേക്ക് എത്തുന്നത്. പാൽക്കുളങ്ങര കഴിയുമ്പോഴുള്ള ലെവൽ ക്രോസ് അടച്ചാൽ വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ ഉണ്ടാകും. അടുത്തിടെ ഇടുങ്ങിയ റോഡിൽ അമ്മയ്ക്കൊപ്പം സ്കൂട്ടറിൽ വന്ന 9ാം ക്ലാസ്സുകാരൻ ടിപ്പറിനടിയിൽപ്പെട്ട് മരിച്ച സംഭവമുണ്ടായി. അന്ന് പ്രതിഷേധമുണ്ടായപ്പോൾ റോഡ് ഉടൻ തുറന്നു നൽകുമെന്നാണ് അധികൃതർ പറഞ്ഞത്. അയത്തിൽ നിന്ന് കല്ലുംതാഴം ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് റെയിൽവേ ലൈനിന് അടുത്ത് വന്ന് നിൽക്കുകയാണ്. ഇവിടെയും മേൽപ്പാലം നിർമ്മിക്കേണ്ടി വരും. ഉയരപ്പാത സർവീസിനായി തുറന്നു കൊടുത്താലും കല്ലുംതാഴത്ത് പോകേണ്ടവർക്ക് നിലവിലെ ലെവൽ ക്രോസ് കടന്നു മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ. കല്ലുംതാഴയിൽ ഇപ്പോഴത്തെ ദേശീയപാത നിർമ്മാണമല്ല ഇവിടുത്തെ പ്രധാന പ്രശ്നം. ജില്ലാ കളക്ടർ പറയുന്നത് നിലവിലുള്ള ദേശീയപാത 6 വരിപ്പാതാക്കുന്നതിന് വേണ്ടി ROB വെച്ചിട്ടുണ്ട്. ആ ROBയുമായി കണക്ട് ചെയ്തിട്ടുള്ള ഭാഗം ഫില്ല് ചെയ്ത്
പിന്നെ ദേശീയപാത സംവിധാനം ഒരുക്കും എന്നാണ് പറയുന്നത്. കല്ലുന്താഴയിലെ പ്രധാന പ്രശ്നം അതല്ല. കല്ലുന്താഴയിൽ ഞങ്ങൾ അങ്ങനെ ഒരു പ്രശ്നം ഉന്നയിച്ചിട്ടുമില്ല. മൺമതിൽ വേണ്ടെന്നോ ഒന്നും ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല. കല്ലുന്താഴ എന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെയും ഈ ദേശീയപാത പരിശോധിച്ചാൽ സർവീസ് റോഡുകൾ പ്രാദേശിക ആളുകൾക്ക് ഉപയോഗിക്കുവാൻ വേണ്ടിയുള്ളത്. കല്ലുന്താഴയിൽ വരുമ്പോൾ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നു. കടവൂർ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് അയത്തിലേക്കോ, അയത്തിൽ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് കല്ലുന്താഴയിലേക്കോ തിരിച്ചും മറിച്ചും വരാൻ കഴിയാത്ത വണ്ണം കല്ലുന്താഴം ROBയുടെ താഴെ കിടക്കുന്ന 3 റെയിൽവേ ലൈനുകൾ അവിടെ വെച്ച് നിൽക്കുകയാണ് 2 സർവീസ് റോഡ്. ഈ സർവീസ് റോഡുകൾ ഇല്ല എങ്കിൽ കൊല്ലം പട്ടണത്തിന്റെ കിഴക്കേ ഭാഗം ഒരു കാലഘട്ടത്തിൽ കൊച്ചമേരിക്ക് എന്ന് വിഖ്യാതി നേടിയ കിളിയല്ലൂരിന്റെ ആസ്ഥാനമാണ് കല്ലുന്താഴ. ആ കല്ലുന്താഴയിൽ വ്യവസായ സ്ഥാപനങ്ങൾ, ക്ഷേത്രങ്ങൾ, ആ കല്ലുന്താഴയിൽ വന്ന ആളുകൾ ഇറങ്ങിയതിന് ശേഷമാണ് മെഡിസിറ്റിയിലേക്ക് പോകുന്നത്. ഉയരപ്പാതയുടെ നിർമ്മാണം വളരെ സാവധാനത്തിലാണ് നടക്കുന്നത്. ആറിവാൾ സ്ഥാപിച്ച് മണ്ണിട്ട് നിറയ്ക്കുന്ന ജോലികൾ പോലും നടന്നിട്ടില്ല. റോഡ് നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ വെള്ളം കയറി കിടക്കുന്ന സാഹചര്യമാണുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലത്ത് വീണ്ടും MDMA വേട്ട. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 6 ഗ്രാം MDMAയുമായി ടെക്നോ പാർക്കിലെ ജീവനക്കാരൻ പിടിയിൽ. തിരുവനന്തപുരം വെള്ളിയൂർ സ്വദേശി ജിജോ CG രാജാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 6 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. ഇതെങ്ങനെ ഉപയോഗിക്കുന്നു? കള്ളം പറയാതെ നമുക്കറിയാമല്ലോ ഇതെങ്ങനെ ഉപയോഗിക്കുന്നത്, ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുന്നവരെ കാണുമ്പോൾ. കൊല്ലത്ത് 6 ഗ്രാം MDMAയുമായാണ് യുവാവ് പിടിയിലായത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പുലർച്ചെ സംശയാസ്പദമായ രീതിയിൽ കണ്ട യുവാവിനെ ചോദ്യം ചെയ്തപ്പോഴാണ് MDMA കണ്ടെടുക്കാൻ കഴിഞ്ഞത്. തിരുവനന്തപുരം വെള്ളിയൂർ സ്വദേശി ജിജോ CG രാജാണ് പിടിയിലായത്. ടെക്നോ പാർക്കിലെ ജീവനക്കാരനാണ് ഇയാൾ. ചെറുപൊതികളിലാക്കി വിൽപ്പനയ്ക്കായി എത്തിച്ചതാണെന്നാണ് പോലീസിന്റെ സംശയം. ഇയാളിൽ നിന്നും 6 ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു. ഇയാൾ ഇതിനു മുമ്പും ബംഗളൂരുവിൽ നിന്നും MDMA കടത്തിയിട്ടുണ്ടെന്ന് എക്സൈസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജീവിതത്തിലെ ദുരിതപർവത്തിന് താൽക്കാലിക ആശ്വാസമായി കുടുംബത്തിന് വീടൊരുക്കി. പന്മന സ്വദേശി മുരളിക്കും കുടുംബത്തിനുമാണ് മന്ത്രി ഷിബു ബേബി ജോണിന്റെ ഇടപെടലിൽ അടച്ചുറപ്പുള്ള വീട് ലഭിച്ചത്. 1 വർഷം മുമ്പ് മുരളിയുടെ മകന്റെ മരണത്തിന് വീട്ടിലെത്തിയപ്പോഴാണ് വീടിന്റെ ദുരവസ്ഥ ഷിബു ബേബി ജോൺ മനസ്സിലാക്കിയത്. കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ മന്ത്രി വീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി. മുരളിയും കുടുംബവും ജീവിതത്തിൽ ഏറെ ആഗ്രഹിച്ചത് അടച്ചുറപ്പുള്ള ഒരു വീടാണ്. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. എന്നാൽ ചില വിഷമങ്ങൾ വീണ്ടും ബാക്കി. മന്ത്രി ഷിബു ബേബി ജോൺ വാക്കുപാലിച്ചതോടെയാണ് പന്മന കളരി സ്വദേശിയായ മുരളിക്കും കുടുംബത്തിനും വീട് ലഭിച്ചത്. മന്ത്രിയുടെ സുഹൃത്ത് പ്രവാസിയായ കോട്ടയം സ്വദേശി സൈമനാണ് വീട് നിർമ്മിച്ചു നൽകിയത്. 29 വർഷം മുൻപ് പഞ്ചായത്തിൽ നിന്നും ലഭിച്ച ഷീറ്റ് പാകിയ വീട്ടിലായിരുന്നു താമസം. ജനലരികൾ മറച്ചിരുന്നതാകട്ടെ തുണിക്കഷ്ണം കൊണ്ട്. അടച്ചുറപ്പില്ലാത്ത വാതിലുകൾ. ഇതിനിടെ ഇളയ മകൻ ശരത്ത് 1 വർഷം മുമ്പ് രോഗബാധിതനായി മരിച്ചു. ഇവിടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായാണ് മന്ത്രി ഷിബു ബേബി ജോൺ എത്തിയത്. വീടിന്റെ ദുരവസ്ഥ കണ്ട അദ്ദേഹം മുൻകൈയെടുത്തു. അവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനവും എടുത്തു. കഴിഞ്ഞ ജനുവരി 29-ന് വീടിന് തറക്കല്ലിട്ടു. മരംകയറ്റ തൊഴിലാളിയായ മുരളി മരത്തിൽ നിന്ന് വീണ നട്ടെല്ലിന് ക്ഷതമേറ്റതിനാൽ ഉപജീവന മാർഗം ഇല്ലാതായി. മൂത്ത മകൻ സന്തുവിന് കൂലിവേല ചെയ്ത് ലഭിക്കുന്നതാണ് ഏക വരുമാനം. വീട് പൊളിച്ചു നീക്കി അവിടെ നല്ലൊരു വീട് നിർമ്മിക്കുകയായിരുന്നു മരിച്ച ശരത്തിന്റെ ആഗ്രഹം. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായപ്പോൾ അവനില്ലല്ലോ എന്ന സങ്കടമാണ് ഇപ്പോൾ മുരളിക്കും ഭാര്യ അംബികയ്ക്കുമുള്ളത്. അതുപോലെയാണ് ഇവിടുത്തെ ജനങ്ങളെ മുമ്പിൽ എൻ്റെ മോൻ എല്ലാവരോടും ഉള്ളത്. ഇത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഒന്നും ഇല്ലാത്ത രീതിയല്ല. അവരാര് പറഞ്ഞാലും അവരുടെ കൂട്ടത്തിൽ ചാടി പിടിക്കുന്നു പോകും. ഇപ്പം വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം അമ്മന് വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടപ്പെട്ട എല്ലാവരും സഹായത്തിനും പിന്നെ കാശിൻ്റെ കാര്യത്തിനും ആയാലും എല്ലാ ഇതെല്ലാം ഉണ്ട്. ഇപ്പം അങ്ങനെയാണ് സിവിൽ സാറ് വന്ന് ഇത് കണ്ട് വിളിച്ച് അതിനുള്ള എല്ലാ കാര്യങ്ങളും വന്നപ്പം ഞങ്ങൾ ഒരു വീടിൻ്റെ കാര്യത്തിന് ഇത് ഈ പഞ്ചായത്തിൽ തന്നെ ഞങ്ങൾ ഒരുപാട് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതും ഞങ്ങൾക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. മോന് ഇവിടുന്ന് ജോലിക്ക് പോയതായിരുന്നു. പോയ പോക്കിലായിരുന്നു ഇങ്ങനെ വീണടക്കുന്ന ആശുപത്രി കൊണ്ടുപോയത്. ഹാർട്ട് അറ്റാക്ക് വന്ന് കൊണ്ടുപോയാന്ന് പറഞ്ഞു.
ഞങ്ങൾ അറിയുന്ന അന്ന് വൈകിട്ടാ, അതുവരെ ഞങ്ങൾ അറിഞ്ഞില്ല. വലിയ സാധ്യതയിൽ 5-6 ദിവസം കിടന്നു. അവിടുന്ന് പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത്. മെഡിക്കൽ കോളേജിൽ മരിച്ചു കഴിഞ്ഞു കൊണ്ടുവരുന്നത്. അന്ന് വീടില്ലായിരുന്നു. അന്ന് ശിവസാറും കൂടെ മോൻ്റെ ബോഡി കാണാൻ വന്നപ്പോഴായിരുന്നു ഈ വീട് വന്ന് കണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് ഈ വീട് എനിക്ക് പൊളിച്ച് പിന്നെ മെയിൻ്റനൻസ് ചെയ്യാനൊക്കത്തില്ല, അത് മൊത്തം ഇടിഞ്ഞ് വാരിയിരിക്കുക, പൊളിച്ച് പോയി നല്ലൊരു വീട് വെച്ചെങ്കിലേ ഒക്കത്തുള്ളൂ, അല്ലാണ്ട് അത് മൊത്തം ഇടിഞ്ഞ് വാരിയിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സാറിൻ്റെ സഹായം കൊണ്ട് വീട് വെച്ചത്. കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ മന്ത്രി ഷിബു ബേബി ജോൺ വീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി. പറഞ്ഞപ്പോൾ ഞാനൊന്നൊരു നിമിത്തമായി മാറി എന്ന് മാത്രമേ ഉള്ളൂ. ആ ദിവസങ്ങളിലാണ് എനിക്ക് കുറച്ചു നാളായി പരിചയമുള്ള അമേരിക്കയിലുള്ള എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായി മാറിയ വ്യക്തിയുമായി സംസാരിച്ചപ്പോൾ ജോസ്മോൻ വഴി ഈ പദ്ധതി കോട്ടയത്ത് നടപ്പിലാക്കുന്നുണ്ട് എന്നറിയാൻ സാധിച്ചു. അന്നേരം തന്നെ ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. തുറന്ന മനസ്സോടുകൂടി തന്നെ കോട്ടയത്തുള്ള പദ്ധതിയുടെ ഒരു വീട് ഇങ്ങനൊരു അവസ്ഥയിൽ കഴിയുന്നവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹമാണ് തീരുമാനമെടുത്തതും ജോസ്മോനെ അത് ചുമതലപ്പെടുത്തിയതും. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് പിന്നിലും ജോസ്മോൻ യഥാർത്ഥത്തിൽ കോട്ടയത്ത് അവിടുത്തെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗമായി തുടർച്ചയായി വിജയിക്കുന്ന ഒരാൾ ഇത്രയും താല്പര്യമെടുത്ത് നമ്മുടെ നാട്ടിൽ വന്ന പ്രവർത്തനങ്ങളുമായി ഏർപ്പെട്ടു. അതുകൊണ്ട് എൻ്റെ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല, ഞാനൊരു നിമിത്തമായി മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ സോമൻ, ഞാൻ സോമൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന ശ്രീ സോമൻ ചേട്ടനോടുള്ള കടപ്പാട് ഈ സന്ദർഭത്തിൽ ഈ നാടിനു വേണ്ടി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഐ ജയലക്ഷ്മി, ആർ അരുൺരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീമ തങ്കച്ചി, അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോൺ, ആർ ജയകുമാർ, സി പി സുധീഷ് കുമാർ, അൻവർ കാട്ടിൽ, താജ് പൂരൂക്കര, ജോസ്മോൻ കോട്ടയം, പാലോട് രമേശ് ബാബു, മനോജ് മോൻ, നിതിൻ കളരി, മഹേഷ് ഗീതാഞ്ജലി, അൻസാരി മാനാമ്പറ, ബിലാൽ പനക്കാട്, ഷീല, വിജയദാസൻ, ഷിബു കളരി, അനീഷ് കളരി തുടങ്ങിയവർ താക്കോൽ കൈമാറ്റ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. യുവതിയെയും 2 മക്കളെയും കാണാതായതായി പരാതി. കൊല്ലം വടക്കേവിള പുന്തലത്താടം സ്വദേശിനിയായ യുവതിയെയും 2 മക്കളെയുമാണ് കാണാതായത്. സംഭവത്തിൽ ഇരവിപുരം പോലീസിൽ പരാതി നൽകി. യുവതിയെയും 2 മക്കളെയും കാണാതായതായാണ് പരാതി. കൊല്ലം വടക്കേവിള പുന്തലത്താഴം പല്ലവി നഗർ 51 നമ്പടിശ്ശേരിൽ വീട്ടിൽ 35-കാരിയായ രമ്യ സോമൻ, ഇവരുടെ 12 വയസ്സ് പ്രായമുള്ള മകൻ വൈഷ്ണവ, 3.5 വയസ്സുള്ള മകൾ രുദ്ര എന്നിവരെയാണ് കാണാതായത്. വീട്ടിൽ നിന്നും കടവൂർ ക്ഷേത്രത്തിലേക്ക് 18 രാവിലെ 9:30 ഇവർ കാറിൽ പോയതാണ്. തിരികെ മടങ്ങിയെത്തിയിട്ടില്ല. സംഭവത്തിൽ ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സർക്കാരിന്റെ 100 ദിന പരിപാടിയിൽ കുട്ടികളുടെ സിനിമയ്ക്കും ഇടം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ശശിധരൻ കുണ്ടറയുടെ കുട്ടിക്കവിതകളുടെ പ്രകാശനം കുണ്ടറയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ കുട്ടികളുടെ സിനിമാസ്വാദനവുമായി ബന്ധപ്പെട്ട മികച്ച പദ്ധതിയുണ്ടെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. കവി ശശിധരൻ കുണ്ടറയുടെ മഴയത്ത് മുറ്റത്ത് എന്ന കുട്ടിക്കവിതകളുടെ സമാഹാരം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് നമ്മൾ തെരഞ്ഞെടുത്ത കുട്ടികൾക്ക് കൂടി കാണാവുന്ന ലോകത്തെ ഏറ്റവും കുട്ടികൾ കണ്ടിരിക്കുന്ന മനോഹരമായ സിനിമകൾ സ്കൂളുകളിൽ പ്രദർശിപ്പിക്കുന്ന ഒരു പരിപാടി അടുത്ത മാസം മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രദർശനം മാത്രമല്ല, പ്രദർശനത്തിന് അരമണിക്കൂർ മുമ്പ് മലയാളത്തിലെ ഏറ്റവും പ്രശസ്തരായ ചലച്ചിത്ര മേഖലയിലെ വ്യക്തിത്വങ്ങൾ, പാടൂർ സാറാകാം, അല്ലെങ്കിൽ TV ചന്ദ്രനാകാം, ചിലയിടത്ത് മമ്മൂട്ടിയാകാം, ചിലയിടത്ത് മോഹൻലാലാകാം, ആഗ്രഹിക്കുകയാണ് അവരെല്ലാം വരുമെന്ന് കുട്ടികളുടെ അടുത്ത് സംസാരിക്കാൻ. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ടെക്നീഷ്യൻസ്മാർ, എഡിറ്റർമാർ, സിനിമാറ്റോഗ്രാഫർമാർ, അങ്ങനെയുള്ളവരെല്ലാം സിനിമയെക്കുറിച്ച് കുഞ്ഞുങ്ങളോട് സംസാരിക്കുക. സിനിമയുടെ സാങ്കേതിക വശമാകാം, അഭിനയത്തെക്കുറിച്ചാകാം, സംവിധാനത്തെക്കുറിച്ച്. അതൊരു മുക്കാൽ മണിക്കൂർ അവർ സംസാരത്തിന് ശേഷം ഒരു സിനിമ, കുട്ടികൾ വേറെ എവിടെയിൽ നിന്നും കാണാൻ സാധിക്കാത്ത സിനിമകൾ. കാരണം നമ്മൾ കാണിച്ചില്ല, അവരിത് കാണത്തില്ല. ഇങ്ങനെയൊക്കെ ഒരു സിനിമ ലോകത്തുണ്ട്, ഇങ്ങനെയും സിനിമകളുണ്ട് എന്ന്. കാരണം ഫെസ്റ്റിവലിൽ ഈ 18 വയസ്സിന് മേളിലുള്ളവരെയാണ് നമ്മൾ അവർക്ക് ഡെലിഗേറ്റ് പാസ് ഉള്ളത്.
അപ്പോൾ കുട്ടികൾക്ക് കാണാൻ കഴിയുന്ന, ലോകത്ത് അവർ കണ്ടിരിക്കേണ്ട സിനിമകളെ നമ്മുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു പരിപാടി. KG ബാബു അധ്യക്ഷത വഹിച്ചു. BM രാജ്മോഹൻ പുസ്തകം പരിചയപ്പെടുത്തി. അഡ്വക്കേറ്റ് KP സജിനാഥ് പുസ്തകം ഏറ്റുവാങ്ങി. KE ഗിരീഷ്, MG സുനിൽകുമാർ, ബെറ്റി സാർത്രേ എന്നിവർ പുസ്തകത്തിലെ കവിതകൾ അവതരിപ്പിച്ചു. ശശി ജോഷ്, ഷൈനി മാർട്ടിൻ, ജോൺ, R തുളസി, തങ്കച്ചൻ, വിശ്വനാഥൻ, B ജയപ്രകാശ്, കവി ശശിധരൻ കുണ്ടറ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. യുവാവ് ചങ്ങല വലിച്ചു. കരുനാഗപ്പള്ളിയിൽ ട്രെയിൻ അരമണിക്കൂറിലേറെ പിടിച്ചിട്ടു. ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് ആണ് നിർത്തിയിട്ടത്. കരുനാഗപ്പള്ളി ശാസ്താംകോട്ട റോഡിലും ഗതാഗതം തടസ്സപ്പെട്ടു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഫോറൻസിക് സർജനെ നിയമിച്ചു. മന്ത്രി M ലിജുവിന്റെ ഇടപെടലിലാണ് സർജനെ നിയമിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾ കായംകുളത്ത് ചെയ്യാൻ കഴിയും. നൂറിനാട് ലെപ്രസി സാനിറ്റോറിയം ആശുപത്രി കെട്ടിടത്തിന്റെ അപാകതകൾ പരിഹരിക്കും. ആശുപത്രിയിലേക്ക് ഉപകരണങ്ങൾ വാങ്ങാനും തീരുമാനം. ആശുപത്രിയിൽ HMC യോഗം ചേർന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.